ഹേ ഗായ്സ്, വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മാവയാണ്. ഈ ഒരു മാവ നമുക്ക് കറികൾക്കും സ്വീറ്റ്സും ഒട്ടുമിക്ക ഡെസേർട്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സൂപ്പർ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മാവ റെസിപ്പിയാണ്. പാല് വറ്റിച്ചാണ് നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കേട്ടോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഈ ഒരു മാവ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ നല്ല അടിക്കട്ടിയുള്ള ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലെ കടായോ എന്താണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്തോളൂ കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് 3 ലിറ്റർ പാലാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ 1 ലിറ്ററോ 1.5 ലിറ്ററോ അല്ലെ എത്രയാണെന്നുള്ളത് അത് യൂസ് ചെയ്തോളൂ. ഞാനിവിടെ 3 ലിറ്റർ പാലാണ് യൂസ് ചെയ്തേക്കുന്നത്. പശുവും പാലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്കറ്റ് പാലാണല്ലോ യൂസ് ചെയ്തോളൂ കേട്ടോ. ഇത് നിറകെ കിടക്കുകയാണ്. ഞാനൊന്ന് ജസ്റ്റ് തിളപ്പിച്ച് നോക്കിയതിന് ശേഷം ഞാൻ ജസ്റ്റ് കടായിലോട്ട് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തിള വരുന്ന സമയം കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കടായിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഞാനിത് പാനിൽ നിന്ന് ഞാൻ കടായിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ആ പാനിൽ തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ നന്നായിട്ട് ഫുള്ളായിട്ട് ആ പാലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കടായിലോട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ബോയിൽ ആയതിന് ശേഷം നമുക്ക് ആ ഒരു സെയിം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സൈഡിൽ നിന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്ക്രാപ്പ് ചെയ്ത് തന്നെ നമുക്ക് ആ പാടയെല്ലാം ഇങ്ങനെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവില്ലേ, അപ്പോൾ അത് സ്ക്രാപ്പ് ചെയ്ത് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച് നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ. പാല് തീർത്തങ്ങ് വറ്റി നന്നായിട്ടൊന്ന് കുറുകി വരും. ആ ഒരു സ്റ്റേജ് വരെ നമുക്ക് ഇതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വറ്റിച്ചെടുക്കാം. ഇടയ്ക്ക് ഗ്യാപ്പ് വിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം കുറച്ചുകൂടെ കുറുകി വന്നിട്ടുണ്ട്. നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ആ ഒരു സ്ക്രാപ്പ് ആയിരിക്കുന്ന ആ പാട നമുക്ക് ലെയർ കിട്ടിയിരിക്കുന്ന അത്രയും ഭാഗത്തുനിന്ന് എത്രമാത്രം കുറഞ്ഞിട്ടാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് കുറച്ചുകൂടെ ഇത് നന്നായിട്ട് ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ടൊന്ന് കുറുകി ആ ഒരു പാനിൽ നിന്ന്, അതായത് നമ്മുടെ കടായിൽ നിന്ന് വിട്ട് ഒരു ഡോ പരുവത്തിൽ ഉരുണ്ട് വരുന്ന ആ ഒരു സ്റ്റേജ് വരെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. നോക്കിക്കോളൂ, പാൽ ഏകദേശം വറ്റി നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സ്റ്റേജാണ് ഇത്. ഇതുപോലെ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കിനും നമുക്കിനി കൈ തോരാണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുകൂടാതെ ഞാനിവിടെ പശുവും പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ലൈറ്റായിട്ടൊരു ക്രീമി കളറിലോട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ പാക്കറ്റ് പാലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു വൈറ്റ് കളറിലാണ് നമ്മുടെ ഈ ഒരു മാവ റെഡിയാവുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഏകദേശം എത്ര മണിക്കൂറോ അല്ലെങ്കിൽ എത്ര ടൈം എടുക്കുന്നു ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ലാസ്റ്റ് എൻഡിങ് സമയത്ത് ഞാൻ നിങ്ങൾക്ക് ടൈം നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. സൈഡ്സ് എല്ലാം നന്നായിട്ട് സ്ക്രാപ്പ് ചെയ്ത് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നോക്കിക്കോളൂ, ഏകദേശം പാൻ വിട്ട് വരുന്ന സ്റ്റേജ് ആയിട്ടുണ്ട്. നന്നായിട്ട് ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് മതിയെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്കൊരു പാനിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അല്ലെങ്കിൽ ഒരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം തണുപ്പിക്കാൻ വെക്കാം. നമുക്ക് ഏകദേശം ഇച്ചിലൂടെ കുറച്ച് ടൈറ്റ് ആവേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് കുറുകി ഏകദേശം ഒരു ഡോ കൺസിസ്റ്റൻസിൽ നമ്മുടെ ഈ ഒരു മാവ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. സൈഡ്സ് എല്ലാം സ്ക്രാപ്പ് ചെയ്ത് നമ്മുടെ മാവ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് കൺസിസ്റ്റൻസിൽ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിക്കോളൂ, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നമ്മുടെ ആ ഒരു സോഫ്റ്റ്നെസ്സും ഒരു സ്മൂത്ത്നെസ്സാണ് നമ്മുടെ ഈ ഒരു മാവ റെഡി ആയിരിക്കുന്നത്. വളരെയധികം ക്യാഷ് കൊടുത്ത് നമ്മൾ വാങ്ങുന്നത് ഒരു മാവയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഒത്തിരി അധികം റെസിപ്പീസൊക്കെ തയ്യാറാക്കാം, സ്വീറ്റ്സും ഡെസേർട്സും ഞാൻ പറഞ്ഞ പോലെ കറീസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മാവയാണ്. പാലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത്രയ്ക്ക് ടേസ്റ്റി, നമുക്ക് വെറുതെ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം ഈ ഒരു മാവ നമ്മൾ ഇതുപോലെ ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒരു കണ്ടെയ്നറിലോട്ട് ഒന്ന് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു 3 to 4 മാസം വരെ നമുക്കിത് ആവശ്യമുള്ളപ്പോൾ ഒന്ന് യൂസ് ചെയ്തെടുക്കാം കേട്ടോ. ഏകദേശം ഒരു 40 to 45 മിനിറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു മാവ തയ്യാറാക്കി എടുക്കാൻ സമയം എടുത്തത്. ഓരോരുത്തരുടെ ഫ്ലെയിം അനുസരിച്ചായിരിക്കും നമ്മുടെ പാല് വറ്റി എടുക്കുന്ന സമയം എടുക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല റെസിപ്പിക്കായി ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബും കൊണ്ട് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.